US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചടി ചുങ്കം പ്രതിഭാസത്തിൽപ്പെട്ട് ആഗോള സമ്പദ് രംഗം ആടിയുലയുന്നതിന്റെ ഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞതിന്റെ ഗുണം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കൈമാറാതെ തട്ടിയെടുത്ത് കേന്ദ്രം. പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം എക്സൈസ് തീരുവ കൂടിയാണ് സർക്കാരിന്റെ കൊള്ള. ഒപ്പം ഗാർഹിക പാചകവാതക വില 50 രൂപ വർദ്ധിക്കുകയും ചെയ്തു. തീരുവ കൂട്ടിയെങ്കിലും പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിപണി വിലയിൽ വർധനവുണ്ടായി എന്നാണ് സർക്കാരിന്റെ ന്യായം. ആഗോള വ്യാപാര യുദ്ധത്തിന്റെ ഭീതിയിൽ ക്രൂഡ് ഓയിൽ വില 2021 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലാണ് ഇപ്പോൾ. ബാരലിന് 63.15 രൂപയാണ് തിങ്കളാഴ്ചത്തെ വില. പെട്രോളിനുള്ള എക്സൈസ് തീരുവ 11 നിന്നും 13 രൂപയായും ഡീസലിന്റേത് 8 രൂപയിൽ നിന്നും 10 രൂപയായി കൂടി. ഇതോടെ പെട്രോളിന് കേന്ദ്രം ചുമത്തുന്ന ആകെ നികുതി 19.9 രൂപയിൽ നിന്നും 21.9 രൂപയായി ഉയർന്നു. ഇതിൽ 1.40 രൂപ അടിസ്ഥാന എക്സൈസ് തീരുവയും 13 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവയും 2.50 രൂപ കാർഷിക സെസ്സും 5 രൂപ റോഡും അടിസ്ഥാന സൗകര്യ സെസ്സുമാണ്. ഡീസലിന്റെ മൊത്തം നികുതി 15.80 രൂപയിൽ നിന്നും 17.80 രൂപയായി ഉയർന്നു. രൂപ അടിസ്ഥാന എക്സൈസ് തീരുവ 10 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ 4 രൂപ കാർഷിക സെസ് 2 രൂപ റോഡ് അടിസ്ഥാന സൗകര്യ സെസ് എന്നിങ്ങനെയാണ്. പാവപ്പെട്ടവർക്ക് സൗജന്യമായി പാചകവാത കണക്ഷൻ ലഭിച്ചിട്ടുള്ള ഉജ്ജ്വല ഉപഭോക്താക്കൾക്കും പൊതുവിഭാഗങ്ങൾക്കും വില വർധന ബാധകമായിരിക്കും. ഡൽഹിയിൽ 14.2 കിലോയുടെ സിലിണ്ടറിന് ഉജ്ജ്വല ഉപഭോക്താക്കൾക്ക് നിലവിൽ 503 രൂപയ്ക്ക് പകരം 553 രൂപ നൽകണം. പൊതുവിഭാഗത്തിന്റെ വില 853 രൂപയായി ഉയർന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക നികുതി നിരക്കുകളുടെ അടിസ്ഥാനത്തിലാണ് വിലയുടെ മാറ്റമുണ്ടാവുക. ഇന്ത്യൻ പാചകവാതക വില നിർണയത്തിന് അടിസ്ഥാനമാക്കുന്ന അന്താരാഷ്ട്ര സൂചികയായ സൗദി PC 2023 ജൂലൈയിലെ ടണ്ണിന് $385 ആയിരുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ $629 ഉയർന്നതാണ് വില ഉയർത്താൻ കാരണമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. സിലിണ്ടറിന് 1028.50 രൂപയാണ് വേണ്ടിയിരുന്നതെങ്കിലും എണ്ണ കമ്പനികൾ നഷ്ടം സഹിച്ച് വില വർദ്ധിക്കാതെ മുന്നോട്ട് പോകുകയായിരുന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് പ്രതിവർഷം 16,000 കോടി ലിറ്റർ പെട്രോളും ഡീസലുമാണ് ഉപയോഗിക്കുന്നത്. 2 രൂപ എക്സൈസ് തീരുവ കൂട്ടിയതിലൂടെ സർക്കാർ ഖജനാവിലേക്ക് 32,000 കോടി രൂപ എത്തുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്.